മുടാഭൂമി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് 100 കോടി രൂപ മൂല്യം വരുന്ന 92 വസ്തുക്കൾ ഇഡി കണ്ടുകെട്ടി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഭാര്യയും പ്രതികളായ കേസിലാണ് ഇഡിയുടെ നടപടി. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റുകാരും ഇടനിലക്കാരും ഉൾപ്പെടെയുള്ളവരുടെ 300 കോടി രൂപയുടെ സ്വത്തുക്കളും ഇഡി കണ്ടുകെട്ടിയിരുന്നു. കെ വി ശ്രീധരനുണ്ട്. ശ്രീധരൻ, സിദ്ധരാമയ്യയെ സംബന്ധിച്ചോളം വലിയ തിരിച്ചടിയാണ്. രാഷ്ട്രീയമായിട്ടൊക്കെ തന്നെ ഇതിന് മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരുങ്ങുമ്പോൾ ഇഡിയുടെ നിർണായക നീക്കം സംബന്ധിച്ച വിവരങ്ങൾ. പ്രജീഷ്, മൂഡ കേസിൽ കൂടുതൽ നടപടികളുമായി ഇ ഡി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ 300 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ 100 കോടി രൂപയുടെ, അത് ഏതാണ്ട് 100 കോടി മൂല്യം വരുന്ന 92 വസ്തുക്കളാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇത് ആരുടെയൊക്കെയാണെന്ന കാര്യത്തിൽ വിശദമായിട്ടുള്ള വാർത്താക്കുറിപ്പ് വൈകാതെ പുറത്തിറക്കുമെന്നാണ് ഇ ഡി പറയുന്നത്. സിദ്ധരാമയ്യ, അതുപോലെ തന്നെ സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതി, നഗരവികസന വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ടുള്ള ഭൈരതി സുരേഷ് തുടങ്ങിയ ആളുകളൊക്കെയാണ് ഈ കേസിൽ പ്രതിപ്പട്ടികയിലുള്ളത്. അതായത് ഈ കേസിൽ ഈ മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കീഴിലുള്ള ഭൂമി അനധികൃതമായി സിദ്ധരാമയ്യയും കുടുംബവും കൈവശം വെച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ആക്ഷേപം. അത് മറ്റാളുകളുടെ പേരിൽ വിൽപ്പന നടത്തി അത് ഇവരുടെ പേരിലേക്ക് ആക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ലോകായുക്തയാണ് ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തത്. ആ കേസിന്റെ അന്വേഷണം പിന്നീട് ഇ ഡിക്ക് കൈമാറുകയായിരുന്നു. അതിലാണ് ഇപ്പോൾ കൂടുതൽ നടപടി ഉണ്ടാകുന്നത്. ഇതുവരെ 400 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇ ഡി ഇതുവരെ കണ്ടുകെട്ടിയിരിക്കുന്നത്. ആദ്യം 300 കോടി റിയൽ എസ്റ്റേറ്റുകാരും അതുപോലെ തന്നെ ഇടനിലക്കാരും ഉൾപ്പെടെയുള്ള ആളുകളുടെ 300 കോടി രൂപയുടെ സ്വത്തുക്കൾ, ഇപ്പോൾ 100 കോടി രൂപയുടെ സ്വത്തുക്കൾ കൂടി കണ്ടുകെട്ടിയിട്ടാണ് വിവരങ്ങൾ നൽകിയത്.